ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ വർക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഈ നിൽപ്പ് എന്തിന്റെ ആണെന്ന് നിങ്ങൾക്ക് വല്ലതും തിരിഞ്ഞോ? അപ്പൊ നമ്മള് ഇവിടെ എന്തിനാ ഇപ്പൊ നിക്കുന്നതെന്നറിയോ? എവിടുന്നോ എന്തോ ഒരു ചെറിയൊരു കരോളിന്റെ ഒച്ച കേട്ടു. അപ്പൊ തൊട്ട് തുടങ്ങിയതാണ് കരോൾ. ഇപ്പൊ വരും ക്രിസ്മസ് അപ്പൂപ്പനെ കാണേണ്ട തിരക്കിലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഇങ്ങനെ ചെറിയവരൊക്കെ ഇങ്ങനെ ക്രിസ്മസ് അപ്പന്മാരായിട്ട് ഇങ്ങനെ വരും. അത് കാണ്ടിട്ട് നിൽക്കുന്ന നിപ്പാണ്. അപ്പം നമുക്ക് ഇവിടെ സ്റ്റാറുണ്ട്. നമ്മുടെ വീട്ടിൽ 2 സ്റ്റാറാണ് നമ്മൾ തൂക്കിയിട്ടുള്ളത്. ഒന്ന് അവിടെ നിന്ന് തിളങ്ങുന്നുണ്ട്. എനിക്ക് കാണാൻ കഴിയുമെന്നൊന്നും മനസ്സിലാവുന്നില്ല, ക്ലാരിറ്റൊന്നുമില്ല. അപ്പം ഇതിൻ്റെ ഉള്ളിലാണ് ഞാനുള്ളത്. ഇത് ഈ സ്റ്റാറാണ്. ഇതിൻ്റെ അടുത്ത് നമുക്ക് വെളിച്ചമുള്ള, നമ്മൾ ഫുള്ള് ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണുള്ളത്. അപ്പം നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പനെ കാണാം. ഓക്കെ, ഒച്ച നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് അറിയില്ല. നമുക്ക് ചെറിയതായിട്ട് ഇങ്ങനെ ഒച്ച കേൾക്കുന്നുണ്ട്. എന്തെല്ലാം ബാൻഡിൻ്റെ. അപ്പം അതിന് വേണ്ടിയിട്ട് കാത്തിട്ടാണ് കാണുന്നത്. അപ്പം മുഖംമുടി ഉണ്ട്, ക്രിസ്മസ് അപ്പൂപ്പൻ്റെയും ഒരു പുലിൻ്റെയും ഉണ്ട്. പോയിട്ട് പുലീൻ്റെ മുഖംമുടി എടുത്തിട്ട് വന്നിട്ട്. അതെ ഗൈസ്, അവള് പുലീൻ്റെ മുഖംമുടി ഇട്ടിട്ട് നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ വന്നാലേ മുഖംമുടി ഇട്ട് കാണിച്ച് നിൽക്കാന്നുള്ള പിന്നാണ് ഗൈസ്. ഇതാണ് നമ്മുടെ മുഖംമുടി. ഒന്നിട്ടെ ഗൈസ്. അതൊക്കെ ഇട്ട് അപ്പൂപ്പന്മാരെ ഒന്ന് കളിപ്പിക്കാന്നുള്ള രീതിയിലാണ് ആള് നിൽക്കുന്നത്. അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പനെ കാണാൻ ഭയങ്കര എനിക്ക് തോന്നുന്നു ഇവള് അങ്ങനെ കണ്ടിട്ട് കൊറോണ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിനടുത്ത് അങ്ങനെ വരാറൊന്നും ഇല്ലായിരുന്നു. ഒരിക്കൽ വന്നു, അപ്പോൾ ഇവള് കുഞ്ഞു കുട്ടിയായിരുന്നു. 1 വയസ്സ് അങ്ങനെയറ്റേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ വലിയ ഓർമ്മയൊന്നുമില്ല. നമ്മൾ രണ്ടാളും തൊപ്പിയൊക്കെ ഇട്ട് നിന്നിട്ടുണ്ട്. അപ്പം ഇന്നത് കാണേണ്ട കാത്തിരിപ്പിലാണുള്ളത്. ഓക്കെ, നേരെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. വന്നിട്ടില്ലേ ചെറുങ്ങനെ നമ്മൾ ചമ്മും. ചിലപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടില്ലേ ചിലപ്പോൾ മിക്കവാറും നമ്മൾ ചമ്മും. ഒച്ച ഇപ്പം നിന്നു ചിലപ്പോൾ ചമ്മും. അപ്പം നമുക്ക് കുറച്ച് സമയം കാത്തു നോക്കാം. നിങ്ങളൊന്നും വിചാരിക്കരുത്, നമ്മൾ മിക്കവാറും ചമ്മും. നോക്കാം, നമുക്ക് കാത്തു നോക്കാം. എനിക്ക് പേടിയുണ്ട്, വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചമ്മിയില്ല ഗൈസ്. ചമ്മെന്ന് വെച്ചാൽ ചളി അങ്ങനെയാവും. നിങ്ങളുടെ നാട്ടിൽ അതിനെന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല. ചമ്മും. നമുക്ക് കാത്തു നോക്കാം ഗൈസ്. പിന്നെ ഗൈസ്, അങ്ങനെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇവളെ 1 വയസ്സുള്ള സമയത്ത് ഇവിടെ ക്രിസ്മസ് അപ്പൂപ്പൻ വന്നിട്ട് ഇവള് അപ്പൂപ്പനെ കണ്ട ഉടനെ കരച്ചൽ, ഭയങ്കര പേടി. ആളിപ്പോ കുറച്ച് ബുദ്ധിയൊക്കെ വന്ന് കുഞ്ഞാണ്, എന്നാലും ആ സമയത്ത് കണ്ടപ്പോ ഇരുന്ന് കരച്ചൽ. അങ്ങനെ ലാസ്റ്റ് അപ്പൂപ്പൻ ഇവക്ക് 5 മുട്ടായി കൊടുത്തു. എനിക്ക് വെറും 2 മുട്ടായും തന്നു പോയി. ഭയങ്കര ദേഷ്യം പിടിച്ച് വന്ന് എനിക്ക് ഞാനും ഇരുന്ന് ഓളെടുത്തുനിന്ന് ഓക്കെ. അപ്പോൾ ചെറിയ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓളയിന്ന് ഞാൻ തന്നെ തട്ടിപ്പറച്ചു. അപ്പോൾ ആളിപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ചേച്ചേ 2 പല്ലൊക്കെ പോയി, മുന്നിൽ അപ്പൂപ്പനായി. കാത്തു നിൽക്കാണ്. നോക്കാം. കുറെ സമയമാണെന്ന് ബാൻഡിന്റെ ഒച്ച മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇങ്ങോട്ടേക്ക് വരുന്നൊന്നും കാണില്ല. ഇപ്പൊ ഒച്ച നിൽക്കുന്നുണ്ട് അടുക്ക്. അപ്പൊ ഗൈസ്, കുറെ സമയമായി. എനിക്ക് ക്ഷമ കിട്ടു ഗൈസ്. ഞാനൊരു 1/4 മണിക്കൂറോളം ഇവിടെ നിന്നു നോക്കി, എത്തിയില്ല, മടുത്തു. അപ്പൊ ഗൈസ്, നമുക്ക് ഒന്നും കൂടി കുറച്ച് സമയം കൂടി കാത്തേക്കാം. അല്ലെങ്കിൽ ലാസ്റ്റ് ഞാൻ തന്നെ ക്രിസ്മസ് അപ്പൂപ്പനെ പോകേണ്ട അവസ്ഥയാവും. അപ്പൊ നമുക്ക് നോക്കാം. കണ്ടു ഗൈസ്, നിങ്ങൾ ഒച്ച കേൾക്കുന്നുണ്ടോ? ഒരു കൂക്കീൻ്റെ ഒക്കെ ഒച്ച, ഒരു ബാൻഡിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ചും കൂടി കാത്തു നോക്കട്ടെ. അപ്പം ഗൈസ്, നമ്മൾ കുറേ സമയം കാത്തിരുന്നു, ക്ഷമ കെട്ട് മടുത്തു. അങ്ങനെ കുറച്ച് ഒച്ച കൂടി നമ്മുടെ ബാൻഡിന്. എന്താ ഇവിടെ പുലിക്കുട്ടി എത്തിയിട്ടുണ്ട്. കാണിച്ച്, പുലിക്കുട്ടീൻ്റെ മുഖം ഇതിൻ്റെ ഉള്ളിലുണ്ടോ? പുൽക്കുട്ടി ഇതാ ഗൈസ്, നമ്മുടെ പുൽക്കുട്ടി. അപ്പോൾ ഒച്ച വന്നപ്പോൾ നമ്മൾ രണ്ടാളും കൂടി ഒരു 5 റുപ്യ കൈ പിടിച്ചിട്ട് കാണിച്ചേ. ഇതാ ഗൈസ്, നമ്മൾ രണ്ടാളും കൂടി ഒരു 5 റുപ്യ, അങ്ങനെ 10 റുപ്യ കൊടുക്കാനുള്ള പ്ലാനാണ്. കരോട് വന്നാൽ നമ്മൾ പൈസ കൊടുക്കും.
ഒച്ച നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല, ബാൻഡിൻ്റെ ഒച്ച വരുന്നുണ്ട്. അപ്പം നമുക്ക് കാത്തിരിക്കാം. കുറേ സമയം നമ്മൾ കാത്തിരുന്നു. ലാസ്റ്റ് മടുത്തപ്പം നമ്മളിരുന്ന് വീഡിയോ ഒക്കെ കട്ട് ചെയ്ത് നേരെ പോയിരുന്ന് ഫോൺ നോക്കലായിരുന്നു. ഇത്ര നേരം നമ്മുടെ രണ്ടാളും. ഞാൻ അമ്മേൻ്റെ ഫോണും എടുത്തു, ഇവിടെ അച്ഛൻ്റെ ഫോണും എടുത്ത് ഇരുന്ന് നോട്ടായിരുന്നു. ഒച്ച കൂടി ഇനി വരുമോന്ന്. ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലേ വീണ്ടും നമ്മൾ സംഭവം ഗൈസ്. ഒച്ച നിന്നു, അവിടെ വന്നു. അപ്പം നമുക്ക് കാത്തിരിക്കാം. നമുക്ക് റോട്ടുമേൽ ഇറങ്ങണം എന്നെല്ലാം ഉണ്ട്, പക്ഷെങ്കിൽ ചെറിയ പേടിയുണ്ട്. കണ്ടു ഗൈസ്, നിങ്ങൾ ഒച്ച കേൾക്കുന്നുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷ. കണ്ടു ഗൈസ്, നിങ്ങൾ ഒച്ച കേൾക്കുന്നുണ്ട് എൻ്റെ പ്രതീക്ഷ ഗൈസ്. ഒച്ച ഇങ്ങോട്ടെത്തുന്നുണ്ട്, പക്ഷെങ്കിൽ എല്ലാ വീടും കയറി കയറി നടന്ന് വരണം. അതുകൊണ്ട് തന്നെ റോട്ടുമേലൂടെ ഒറ്റ പോക്ക് പോവുകയല്ല ചെയ്യാം. സാധാരണ ഇങ്ങോട്ട് വീട്ടിൽ കയറി എല്ലാ വീട്ടിലും കയറിയിട്ടാണ് പോറ്. അപ്പം എനിക്കൊന്നു നമ്മുടെ വീട്ടിന് താഴെ എത്തിയെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം നമുക്ക് കാത്തിരിക്കാം. മിക്കവാറും ഞാൻ എന്തായാലും ഇവിടെ എക്സ്പ്രഷൻ എടുക്കും. അപ്പം നിങ്ങൾ കണ്ടോണം. എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടാവും അതിൻ്റെ. അപ്പം നമുക്ക് കാത്തിരിക്കാം. ഒച്ച നിന്നു. ഒച്ച കേൾക്കുന്നുണ്ടോ ഗൈസ്? നിങ്ങൾ ഒച്ച കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എന്തായാലും ഞാൻ അത്യാവശ്യം നല്ല ഒച്ചത്തിൽ കേൾക്കുന്നുണ്ട്. നമുക്കൊന്ന് പുറത്ത് പോയി ഇറങ്ങി നോക്കണം. എനിക്ക് ധൈര്യമില്ല. അപ്പം നമ്മൾ പോകുന്നില്ല. നമ്മളിവിടെ കുറച്ച് സ്റ്റാമ്പിൻ്റെയൊക്കെ എടുത്ത് പട്ടിഷൊക്കെ കാണിച്ച് നിൽക്കണം. ഇവിടെ നമ്മുടെ ബലൂണൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ കാത്തിരിക്കാണ്. അപ്പം നമ്മുടെ പുലിക്കുട്ടി പേടിയുണ്ടോ ക്രിസ്മസ് അപ്പൂപ്പന്? ഉണ്ട് പോലെ ഗൈസ്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. കാണുമ്പോൾ എനിക്ക് ജഡയെല്ലാം ഉണ്ട്, സിംഹത്തിന്റെ ഇതുണ്ട്, പിന്നെ മുഖം കാണുമ്പോൾ വേറെ എന്തോ കടുവേണ്ട മാത്രം ഉണ്ട്. എന്താണ് സാധനം? സിംഹത്തിന്റെ ജഡ ഉണ്ട് ഗൈസ്. എന്തോ അതാണ്. നമുക്ക് കാത്ത് നോക്കാം. ഒച്ച നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. ഇവിടെ നല്ല ബാൻഡിന്റെ ഒച്ച കേൾക്കുന്നുണ്ട്. 5 ഉറുപ്പ്യുണ്ട്. ഇത് ക്ഷമ കെട്ടാൻ ലാസ്റ്റ് ഞാൻ തിന്നേണ്ട അവസ്ഥയാവും. 5 ഉറുപ്പ്യ നിൽക്കുന്നു. ഒച്ച കേൾക്കുന്നുണ്ട്, കൊതിയാവുന്നുണ്ട്. കാണാൻ കുറേ നാളെ. പിന്നെ ഒരിക്കൽ ഞാൻ ചെറിയ പ്രായത്തിൽ ഞാൻ ഇങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് പോയിട്ടുണ്ട്. ഞാനും എൻ്റെ ഒരു ഏട്ടനും ഉണ്ടായിരുന്നു. ഒരു അനയെന്ന് പറയുന്ന ഒരു ഏട്ടനും കൂടി നമ്മൾ പോയത് എൻ്റെ ചാനലിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ നാളായി. അപ്പം അങ്ങനെ പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ബാൻഡൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണോ കയ്യിൽ ബാൻഡ് എത്തിയതെന്നും എനിക്കറിയില്ല. നമ്മൾ മുഖംമുടിയെല്ലാം ഇട്ട് രണ്ടാളും റെഡ് വൈറ്റും ഒക്കെ ഡ്രസ്സിട്ട് അടിപൊളിയായിരുന്നു. ഇങ്ങനെ ഒരു വടിയെല്ലാം തൂക്കി എല്ലാ വീട്ടിലും നമ്മൾ മുട്ടായി കൊടുത്തു. പിന്നെ ചില വീട്ടിൽ നമ്മൾ എന്തല്ലോ നമുക്ക് പൈസ ഒക്കെ കിട്ടി ഗൈസ്, കരോള് പോയിട്ട്. പിന്നെ അമ്മേൻ്റെ അച്ഛനായിട്ട് ഫോൺ എടുത്ത് നമ്മൾ കരോളിന് പാട്ടൊക്കെ വെച്ചിട്ട് നല്ല ഓർമ്മയുണ്ട്. എല്ലാ വീട്ടിലും ഞാൻ കയറിപ്പോയി. ആർക്കും നമ്മളെ പിടിക്കാനായിട്ടില്ലായിരുന്നു. ഒച്ച ഇപ്പം കൂടുന്നുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. എനിക്ക് കാത്തിരുന്ന് ക്ഷമ നഷ്ടപ്പെട്ടു. നമുക്കിനി നേരെ ക്രിസ്മസ് അപ്പൂപ്പനെ കാണാൻ പോവാം. ഒച്ച നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അപ്പൊ ഗൈസ്, നമ്മൾ റോട്ടുമേൽ ഇറങ്ങുന്നുണ്ട്. ഫുൾ ഇരുടൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ റോട്ടുമേൽ ഇറങ്ങിയിട്ടുണ്ട്. എന്താവും അതാ ഗൈസ്, നമുക്ക് ധൈര്യം. എവിടെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. നമ്മളിപ്പോൾ റോട്ടുമേൽ ഇറങ്ങിയിട്ടുണ്ട്. എവിടെയൊന്നും കാണുന്നില്ല. ഫുള്ള് ഇരുടൊക്കെ ആയി. ഗൈസ്, നമ്മളിപ്പോൾ റോട്ടുമേൽ ഇറങ്ങിയിട്ടാണുള്ളത്. ആകെയുള്ള ഈ ഒരു ലൈറ്റാണ്. ആ ലൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമുക്ക് ഞാൻ കാണിച്ചു തരാം. എവിടെയുമില്ല ഗൈസ്, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഞാനും എൻ്റെ അനിയത്തി മാത്രം. ഇവിടെ കണ്ടോ ഗൈസ്, ഈ റോഡിൽ ചുറ്റും നമ്മളേ ഉള്ളൂ ഗൈസ്. ഇതാ ഗൈസ്, ഇവിടെ ചുറ്റായിട്ട് നമ്മളേ ഉള്ളൂ. പിന്നെ ബാൻഡിന് ഒച്ചയേ ഉള്ളൂ. ഇവിടെ നിന്നെങ്കിലും ഒരു പട്ടി ഓടി വന്നാൽ
നമ്മുടെ കാര്യം കട്ടപ്പുക. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം റോഡ്. ഗൈസ് ചെരുപ്പ് പോലെ ആളിട്ടിട്ടില്ല, കണ്ടോ ഗൈസ്? ഇതാ കാത്തു നിൽക്കാണ്. ഇവിടെ ആരുമില്ല ഗൈസ്, ആരുമില്ലാത്ത റോഡ്. അങ്ങനെ ചെറിയൊരു പ്രകാശം മാത്രം. ഓടിപ്പോയിട്ട് ചെരുപ്പിട്ടിട്ട് വാ ഗൈസ്. നമ്മളതിന് ചെരുപ്പിടാൻ വായിപ്പിച്ചു. അല്ലെങ്കിൽ വല്ല തേളോ അങ്ങനെ എന്തെങ്കിലും ഇഴജീവികൾ ഉണ്ടാവുന്ന സ്ഥലമാണ്. അപ്പം എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും കാലിന് കുത്തും. അപ്പം ഞാൻ ചെരുപ്പിട്ടിട്ടുണ്ട്, രക്ഷപ്പെട്ടു. അപ്പം നമുക്ക് നോക്കി കാത്തിക്കാം. ഗൈസ് ആളോടി വരുന്നുണ്ട്. ഗൈസ് ശരിക്കും വേറെ എന്തോ ഒരു ജീവിൻ്റെ തൊട്ടുണ്ട്. കോയ് കണ്ടോ ഗൈസ്? നിങ്ങൾ ഒച്ച കേൾക്കുന്നുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇവിടെ നല്ല ഒച്ചയുണ്ട്, ആരുമില്ല ഗൈസ്. ചുറ്റും നോക്കിയാൽ മനസ്സിലാവും. നല്ല നിശബ്ദതയുള്ള സ്ഥലം. അങ്ങൊന്നും ഇങ്ങൊന്നും വേണമെങ്കിൽ ആരും ഓടി വരാം. നമ്മൾ തട്ടിക്കൊണ്ട് പോകും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിലോട്ടേക്ക് പോകുന്ന വഴിയാണ് ഗൈസ്. ഇതാണ് ഈ വൈറ്റിൻ്റെ ഇപ്പുറത്തുള്ള നമ്മുടെ വീട്ടിലെ അതിര് ഗൈസ്. കണ്ടോ ഗൈസ്? കുറേ സമയം നമ്മൾ കാത്തു നിന്നു. 10:05 നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പം സമയത്രേ 11:28. അപ്പം ആളെത്തിയിട്ടുണ്ട്. ഒച്ച കേൾക്കാം, നമുക്ക് നോക്കാം ഗൈസ്. ഗൈസ് നല്ല ഒച്ച വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. തൊപ്പിതാ ഗൈസ്, ഒരു തൊപ്പി ഞാൻ എടുത്തിട്ടുണ്ട്. തലയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ തൊപ്പിയെല്ലാം ഇട്ട് സെറ്റായിട്ടുണ്ട്. ഒച്ച നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ലൈറ്റൊന്നുമില്ല. അപ്പം നല്ല ഒച്ചയുണ്ട്. എന്നാൽ നിങ്ങൾക്ക് കാണാറുണ്ട് ഞാൻ തോന്നി. ഓക്കെ ഗൈസ്, മിക്കത്തൊരു കത്തേക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് അവിടെ ഒന്നും ആരുമില്ല. എല്ലാവരും ഉറങ്ങി. നമ്മുടെ നാട്ടിൽ ഈ സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും ഉറങ്ങും. കാരണം ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ പാർട്ടി കേക്ക് മുറിക്കുന്നതിനിടയിലാണ് ഈ സംഭവമൊക്കെ നടന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര സമയം വരെ നിന്നത്. കാത്തു നിന്ന് നോക്കാം, വരും. അങ്ങനെ ഗൈസ് അപ്പം പോയി നമ്മൾ വീഡിയോ എടുത്തു. നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് അപ്പം ക്ഷീണിച്ച് വന്ന തിരക്കിലാണ് തോന്നുന്നു. എല്ലാ വീട്ടിലും കയറി ഇറങ്ങിയതിൻ്റെ തിരക്കാണ്. നമ്മൾ പൈസ കൊടുത്തു. വലിയൊരു ഇതൊന്നും അല്ല, എല്ലാവർക്കും പുറത്തായിരുന്നു. എല്ലാം റോഡിൻ്റെ അവിടെ നിന്ന് നോക്കി നിൽക്കുക ചെയ്ത്. കാരണം അപ്പം വന്നു പോയി. അപ്പോൾ എല്ലാം എൻ്റെ എക്സ്പ്രഷൻ ഒക്കെ എടുക്കുക. ആ സമയം കഴിഞ്ഞില്ല. അവളിങ്ങനെ പേടിച്ച് അമ്മയുടെ പറ്റ പിടിച്ച് നിൽക്കുകയാണ്. ഇപ്പം പോയി അത് പോയിരുന്നിട്ടുണ്ട്. ഒച്ച നല്ലോണം ഉണ്ട്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഓക്കെ ബൈ.